സാഹചര്യങ്ങൾ വളരെ മോശമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് വളരെ പ്രതികൂലമായിട്ടാണ് ഉള്ളത്. EMI അടയ്ക്കേണ്ടതുണ്ട്, അടുത്ത ദിവസം ധാരാളം പണം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് 100 കോടിയുടെ ബിസിനസ് ചെയ്യുക, കടങ്ങളൊക്കെ തീർത്ത് വളരെ സ്വസ്ഥമായ നല്ലൊരു വരുമാനത്തിൽ ജീവിക്കുക. അങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ റിയാലിറ്റി എന്ന് പറയുന്നതാണ് നമ്മളുടെ EMI, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതൊരു റിയാലിറ്റിയുമാണ്. ഈ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് പലപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്കതിന് പറ്റാറില്ല. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ആഗ്രഹിച്ച ആ ഒരു ജീവിതം നമുക്ക് നേടാൻ സാധിക്കുക എന്നത്. നമുക്കറിയാം, ധാരാളം ആളുകൾ മോശം സാഹചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒട്ടും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത വളർച്ചയിലേക്ക് ഉയർന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയോ അവർക്ക് പ്രതികൂല സാഹചര്യത്തിൽ നിന്നിട്ടും അവരുടെ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ബ്രെയിൻ ഇത് നമുക്ക് സാധ്യമാക്കി തരുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 റിയാലിറ്റി ഉണ്ട് എന്ന് സങ്കല്പിച്ച് നോക്കാം. ഒന്നാമത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അതിനെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സർക്കിളായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ആ സർക്കിളിൽ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ നാളത്തെ പ്രശ്നങ്ങൾ, നാളെ ഞാൻ ചെയ്യാനുള്ള പേയ്മെൻറ്റുകളെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, റിലേഷൻഷിപ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ, എൻ്റെ ജോലിയിലെ പ്രശ്നങ്ങൾ, എൻ്റെ ബിസിനസ്സിൻ്റെ എനിക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അങ്ങനെ ഇതെല്ലാമാണ് ഇന്നത്തെ എൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഉണരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത്, യെസ്, എനിക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറണം. ഇപ്പോൾ കടമാണുള്ളതെങ്കിൽ എനിക്ക് സമ്പത്തിലേക്ക് നീങ്ങണം, എനിക്ക് ധാരാളം പണം എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം, സന്തോഷകരമായിട്ട് ജീവിക്കണം, നല്ല ആരോഗ്യമുണ്ടാക്കണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാൻ മറ്റൊരു റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ്. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പണം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു ബിസിനസ്സിൻ്റെ വിജയം നമ്മൾ ആഘോഷിക്കുന്നു, നമ്മൾ ആഗ്രഹിച്ച വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നു, അതുപോലെ വിദേശ യാത്രകൾ നടത്തുന്നു, നല്ല ബന്ധങ്ങൾ, ഒരുപാട് നല്ല ആളുകളുമായിട്ടുള്ള കണക്ഷൻ, നല്ല ആരോഗ്യം, ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്വപ്നങ്ങളെന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു സർക്കിളായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ നമുക്കൊരു 3rd ഡയമെൻഷൻ, അല്ലെങ്കിൽ 3D റിയാലിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റീനെ നമുക്ക് 5th ഡയമെൻഷൻ എന്ന് വിളിക്കാം. അത് വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്ന് കരുതിയാൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത് അന്നന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. എൻ്റെ ഇന്നത്തെ EMI എങ്ങനെ അടയ്ക്കും, എൻ്റെ ബിസിനസ്സിൻ്റെ പ്രശ്നം എങ്ങനെ ഞാൻ സോൾവ് ചെയ്യും, എൻ്റെ സ്റ്റാഫിൻ്റെ സാലറി എങ്ങനെ അടയ്ക്കും, അതുപോലെ എൻ്റെ റിലേഷൻഷിപ്പുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞു തീർക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബ്രെയിന് ഫോക്കസ് ചെയ്യാൻ ഒന്നിന് ശേഷം ഒന്ന് എന്ന തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ റിയാലിറ്റിയിലുണ്ട്. അത് വളരെ റിയലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളൊരു പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, യെസ്, ഇതല്ല നമുക്ക് വേണ്ടത്, നമ്മൾക്ക് സ്വപ്നങ്ങളുണ്ട്, നമുക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട്, ഒരു ദിവസം നമ്മളവിടെ എത്തും. പക്ഷേ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാ ദിവസവും നമ്മളുടെ ഈ 3D അല്ലെങ്കിൽ 3rd ഡയമെൻഷൻ റിയാലിറ്റിയിൽ നമ്മൾ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോകുമ്പോഴേക്കും ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ കഴിയും. അപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, യെസ്, നമുക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട്, ഒരു സ്വപ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോഴും പക്ഷേ നമ്മളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴുള്ള റിയാലിറ്റിയുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വപ്നങ്ങളെന്ന് കരുതുന്ന ആ ഒരു 5th ഡയമെൻഷൻ റിയാലിറ്റിയിൽ വർക്ക് ചെയ്യാൻ പോയിട്ട് അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നതും, നമ്മൾ പഠിക്കുന്നതും, അഫർമേഷൻ ചെയ്യുന്നതും. ഇതൊക്കെ നമ്മൾ ചെയ്താൽ കൂടിയും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ 3rd ഡയമെൻഷൻ റിയാലിറ്റിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 10 വർഷവും അടുത്ത 20 വർഷവും നിങ്ങളുടെ ലൈഫ് സെയിം തന്നെയായിരിക്കും. ഇനി എന്താണ് ഇതിലൊരു പരിഹാരം? ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 2 റിയാലിറ്റി ഉണ്ട്. 3rd ഡയമെൻഷൻ നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ 5th ഡയമെൻഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു നിമിഷം നമുക്ക്
സ്വപ്നങ്ങൾ റിയാലിറ്റിയിലേക്കൊന്ന് പോയാൽ നമ്മൾ ആഗ്രഹിച്ച ആ മനോഹരമായ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്ന, വളരെ എക്സൈറ്റിംഗ് തോന്നുന്ന നാളുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് എൻജോയ് ചെയ്യുന്ന ആ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ രണ്ട് റിയാലിറ്റി, നമ്മൾ ആഗ്രഹിച്ച ഈ രണ്ടാമത്തെ റിയാലിറ്റി, ഫിഫ്ത്ത് ഡയമെൻഷനാണ് നമ്മൾ ആഗ്രഹിച്ചത്, ആ റിയാലിറ്റി നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബ് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് നമ്മൾ ചെയ്യുന്നത് ബ്രെയിനിനെ നമ്മുടെ ഫിഫ്ത്ത് ഡയമെൻഷൻ റിയാലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നിരന്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ കൂടിയും ബ്രെയിൻ നമുക്ക് ഈ ഫിഫ്ത്ത് ഡയമെൻഷനിലും നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ, നമ്മളുടെ ബ്രെയിൻ ഫിഫ്ത്ത് ഡയമെൻഷൻ അച്ചീവ് ചെയ്ത, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്ത ആ ആളെ പോലെ നമുക്കൊരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ചിന്തിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് ആ ആളെ പോലെ ജീവിക്കാൻ പറ്റിയാൽ, നമ്മളെല്ലാ ദിവസവും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ബ്രെയിൻ പതുക്കെ ചിന്തിച്ചു തുടങ്ങും. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഫിഫ്ത്ത് ഡയമെൻഷനിൽ ജീവിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ശരീരം കൊണ്ട് അതിനെ അനുഭവിക്കുന്നത്, ഇമോഷണലായിട്ട് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ നയിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യത എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ സാധാരണഗതിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇനി അതേപോലെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഫിഫ്ത്ത് ഡയമെൻഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ ഫിഫ്ത്ത് ഡയമെൻഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ ആരാവണം, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് എത്ര പണം വരുമാനമുണ്ട്, നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ്, നിങ്ങൾ ഏത് കാറിലാണ് സഞ്ചരിക്കുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇതിപ്പോൾ അനുഭവിക്കുന്നതായി നിരന്തരം കൊടുക്കാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ ബ്രെയിൻ അറിയില്ല ഇത് ആക്ച്വലാണോ ഇത് ഇമാജിനറി ആണോ എന്നുള്ളത്. നിങ്ങളെല്ലാ സെൻസുകൾ കൊണ്ടും, അതായത് നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ കേൾവി, സ്പർശനം, ഗന്ധം, രുചി, ഇതിലൂടെയൊക്കെ നിങ്ങൾ ഇത് അനുഭവിക്കുന്നതാക്കി നിങ്ങളുടെ ഈ 5 ഇന്ദ്രിയങ്ങളെ നിങ്ങൾ എൻഗേജ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഈ ഫിഫ്ത്ത് ഡയമെൻഷൻ, നിങ്ങളുടെ ലക്ഷ്യം നേടിയ അവസ്ഥ ഇപ്പോൾ നേടിയതായി നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ റിയാലിറ്റിയുമായി എപ്പോഴും യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ കടം അനുഭവിക്കുന്ന ഒരാളാണ് എന്നാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചിന്തകളും അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസും അതനുസരിച്ചിട്ടുള്ള പെരുമാറ്റങ്ങളുമാണ് നിങ്ങളിൽ നിന്നുണ്ടാവുക. ഇനി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഫിഫ്ത്ത് ഡയമെൻഷനിലാണ് നമ്മളിരിക്കുന്നത് എന്ന് കരുതുക. ഈ ഫിഫ്ത്ത് ഡയമെൻഷൻ നിരന്തരം നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ബ്രെയിൻ കരുതുന്നത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണ് എന്നാണ്. അല്ലെങ്കിൽ ശരീരത്തെ നിങ്ങൾ ഇമോഷണലി പഠിപ്പിക്കുമ്പോൾ, അതായത് നിങ്ങൾ ധ്യാനത്തിലിരിക്കുകയാണ്, ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇത് ഇമാജിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തലച്ചോറ് മാറിയാൽ നിങ്ങളുടെ ജീവിതവും മാറും എന്ന യൂട്യൂബിലുള്ള ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഡയമെൻഷനിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റെപ്പുകളെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യുക, എല്ലാ ദിവസവും നിങ്ങൾക്കൊരു നിശ്ചിത സമയത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ഇങ്ങനെയാണ്, നിങ്ങളുടെ ഫിഫ്ത്ത് ഡയമെൻഷൻ ഇങ്ങനെയാണ്, അത് നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് വീണ്ടും വീണ്ടും പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പതുക്കെ ചിന്തിച്ച് തുടങ്ങും. നിങ്ങളുടെ ഐഡൻറ്റിറ്റി പതുക്കെ മാറുന്നതായിട്ട് നിങ്ങളുടെ ബ്രെയിന് തോന്നും. കാരണം നിങ്ങളുടെ ബ്രെയിൻ അറിയില്ല ഇത് ആക്ച്വലാണോ ഇമാജിനറി ആണോ. നിങ്ങളിൽ ചില ഇൻസ്പയർഡ് ആക്ഷൻസ് തരാൻ തുടങ്ങും. നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന പെർസ്പെക്റ്റീവ് പതുക്കെ മാറാൻ തുടങ്ങും. നിങ്ങൾക്കിപ്പോൾ റിയാലിറ്റി, നിങ്ങളുടെ തേർഡ് റിയാലിറ്റിയിൽ നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കൂടുതൽ കടമെടുക്കുന്നതിൽ നിന്നും നിങ്ങളുടെ ബ്രെയിൻ പുതിയ ഓപ്പർച്യൂണിറ്റിയെ കണ്ടെത്താനായിരിക്കാം ഒരുപക്ഷെ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും, നിങ്ങളുടെ ശരീരമെന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സും റിയാലിറ്റി ആയിട്ട് വിചാരിക്കുന്നത് നിങ്ങൾ ഫിഫ്ത്ത് ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരാളാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾക്ക് ഈ ഫിഫ്ത്ത് ഡയമെൻഷനിൽ നിങ്ങളെ കൊണ്ടുപോകാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറും, നിങ്ങളുടെ ചിന്തകൾ മാറാൻ തുടങ്ങും, നിങ്ങളുടെ തീരുമാനങ്ങൾ മാറാൻ തുടങ്ങും, നിങ്ങളുടെ ശരീരഭാഷ മാറാൻ തുടങ്ങും.
ഇതിനെല്ലാം അനുസരിച്ച് നിങ്ങളുടെ എക്സ്റ്റേണൽ ലൈഫ് മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നതുകൊണ്ട് തന്നെ ബോധപൂർവം നിങ്ങളുടെ തലച്ചോറിനെ കൊണ്ട് നിങ്ങളുടെ 5th ഡയമെൻഷനിലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതം മാറിയേക്കാം.